രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നു. റോഷിപാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നു. വലിയ രീതിയിൽ വിവാദമായി മാറുന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നത്. പ്രതിഷേധം നടക്കുന്നു. അതായത് ഹൂ കെയർസ് എന്ന് ചോദിച്ചപ്പോൾ വി കെയർ എന്ന് ഹൈക്കമാൻഡ് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞിരിക്കുന്നു. അതിന് ഒടുവിൽ രാഹുലിന്റെ രാജി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാത്രം പുറത്തേക്ക് പോയാൽ മതിയോ? ജനങ്ങൾ തെരഞ്ഞെടുക്ക MLA സ്ഥാനത്ത് ധാർമ്മികമായി തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അർഹതയുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. ഈ മണിക്കൂറിലെ ബിഗ് ബ്രേക്കിംഗ് ഹൈക്കമാൻഡ് കേഡ് രാഹുൽ നാണം കെട്ട് പടിയിറങ്ങുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന്. അതും ഒരു സ്ത്രീയുടെ എന്നല്ല, ഒന്നിലധികം സ്ത്രീകളുടെ പരാതികൾ, ചാറ്റുകൾ അതെല്ലാം പുറത്തു വന്ന വേളയിൽ നാണം കെട്ടുള്ള പടിയിറക്കം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന്. കെ സജീഷ്, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി, രാഹുൽ ഔട്ടായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്ന ആ ഒരു വഴി എന്ന് പറയുന്നത് അതൊരു നാണം കെട്ട വഴിയല്ലേ സജീഷ്? തീർച്ചയായും സുജയ, ഒരു നാണം കെട്ട പടിയിറക്കമെന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. ഈ രാജി എപ്പോഴുണ്ടാകും എന്നായിരുന്നു രാവിലെ മുതൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. എത്രയും വേഗം രാജിവെക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇത്രയും വൈകിയാണ് ഈ രാജി ഉണ്ടായത്. പക്ഷേ വലിയ തോതിലുള്ള സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ പല സംസ്ഥാന നേതൃപദമുള്ള പല ആളുകളും അതിരൂക്ഷ വിമർശനവുമായി രാഹുലിനെതിരെ രംഗത്ത് വന്നു. നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ രാവിലെ തന്നെ രാഹുൽ രാജിവെക്കണം എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്ന മെസ്സേജുകൾ വന്നിരുന്നു. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ മറ്റു ജനറൽ സെക്രട്ടറിമാരെല്ലാം തന്നെ രാഹുലിനെതിരെ രംഗത്ത് വന്നു. പക്ഷേ അപ്പോഴും രാജി ഉണ്ടായില്ല. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് വലിയ തോതിലുള്ള അമർഷം പ്രതികരണങ്ങളുടെ പുറത്തേക്ക് വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെച്ചിരിക്കുന്നത്. രാജിക്കത്ത് ദേശീയ നേതൃത്വത്തിന് കൈമാറിയെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും നാണം കെട്ട പടിയിറക്കമാണ് രാഹുലിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിൽ പാർട്ടിയെയും യൂത്ത് കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കിയ ആരോപണങ്ങൾക്കൊടുവിലാണ് അതിന്റെ സംസ്ഥാന അധ്യക്ഷന് നാണം കെട്ട് പടിയിറങ്ങേണ്ടി വന്നിരിക്കുന്നത്. രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടനുണ്ടാകും. അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരെ കാണും. അടൂരുള്ള വീട്ടിൽ ഏത് സമയവും ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാം. മാധ്യമപ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും രാഹുൽ രാജിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് 24 മണിക്കൂറായി തുടരുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് ഗുരുതരമായ ആരോപണങ്ങൾ രാഹുലിനെതിരെ നേരത്തെ ഉയർന്നു വരുന്നു. റിനി ആൻഡ് ജോർജ് അടക്കമുള്ള നടി അടക്കമുള്ളവർ രാഹുലിനെതിരെ രംഗത്ത് വരുന്നു. വലിയ തോതിൽ ലൈംഗിക ആരോപണങ്ങൾ, പീഡന ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉയർന്നു വരുന്നു. ഒട്ടേറെ പേർ കൂടുതൽ പരാതികളുമായി രംഗത്ത് വരുന്നു. അല്പസമയം മുമ്പാണ് നമ്മൾ രാഹുലുമായി ബന്ധപ്പെട്ട ഓഡിയോ പുറത്തുവിട്ടത്. അതിനുശേഷം വാട്സപ്പ് ചാറ്റുകൾ, ഇൻസ്റ്റഗ്രാം ചാറ്റുകളെല്ലാം തന്നെ പുറത്തു വരുന്നു. ഇതിലെല്ലാം ഒടുവിലാണ് ഇപ്പോൾ നാണം കെട്ട പടിയിറക്കമായി രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പദവിയിൽ നിന്ന് അദ്ദേഹം തെറിക്കുകയാണുണ്ടായത്. കഴിഞ്ഞ കുറെ നാളുകളായി രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം വിവാദ നായകനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന്റെ പരിവസാനം എന്ന നിലയിൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു ഇടവേള ഉണ്ടാക്കുന്ന രീതിയിൽ നാണം കെട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഗതികെട്ടുള്ള ഒരു രാജിയല്ലേ റോഷി?